ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് നൈനികയിൽ വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് സാരീസ് ആണ്. പ്യുവർ വൈറ്റ് സാരീസ് ആണ്. അതിൽ നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി, ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ഒക്കെ വരുന്ന സാരീസ് ആണ്. വൈറ്റ് സാരീസിന് ഒരുപാട് എൻക്വയറി ആയിരുന്നു. അവർക്ക് ഇനി വരുന്ന ഹോളി കമ്മ്യൂണിയൻ, ബാപ്റ്റിസം, പിന്നെ ചർച്ച് വെയർ ആയിട്ടും ഒരുപാട് ഫംഗ്ഷൻസിനൊക്കെ ആയിട്ട് വൈറ്റ് സാരീസ് ചോദിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട്, പിന്നെ വൈറ്റ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. എല്ലാവരുടെ കയ്യിലും കാണും ചെയ്യും അല്ലേ ഒരു വൈറ്റ് സാരി. ഇത് പ്യുവർ വൈറ്റ് ആണ്. അതിലിങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ആ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറിയും അല്ലാതെയുള്ള ഒരു കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി ഒക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഉടുത്ത് വരുമ്പോൾ. അപ്പോൾ എല്ലാം വൈറ്റ് ആണ്. ഫ്ലോറൽ പാറ്റേൺ ചിലത് ഡിഫറൻസ് ഉണ്ട്, കളറും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഒരു 16 നമ്പേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ ഓരോന്നായിട്ട് കണ്ടു നോക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ലിമിറ്റഡ് പീസസ് ആണ്. വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക കേട്ടോ. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായി പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുക, എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. വാട്സപ്പ് നമ്പർ വരുന്നത് 8304823244 ആണ്. ആ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല. നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജസ് ത്രൂ എൻക്വയറി, പർച്ചേസ് ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായി കണ്ടു നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് സാരി ഇങ്ങനെയാണ് വരുന്നത്. ഇതാക്കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫാബ്രിക് വരുന്നത്. കോട്ട ഫാബ്രിക്കിലാണ് വരുന്നത്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. ഉടുക്കാനായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇതാക്കണ്ടോ, നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. വൈറ്റിൽ ഇതേപോലെ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ഒക്കെ വന്നിട്ട് ഒരെണ്ണം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് വേഗം കളേഴ്സും നമ്പേഴ്സും കണ്ടിട്ട് പോവാം കേട്ടോ. നമ്പർ 1 ആണ് കേട്ടോ. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂട്ടിയെടുക്കുക. കണ്ടോ, ഇതേപോലെ വരുന്നത് നമ്പർ 1 ആണ്. നല്ലൊരു ലൈറ്റ് ബ്ലൂ ആണ് ആ ഒരു ക്രോസ് സ്റ്റിച്ച്. അതേപോലെ ഒരു ഒലീവ് ഗ്രീൻ ഷെയ്ഡിലാണ് അതിൻ്റെ ലീവ്സ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയാണ് കേട്ടോ. കണ്ടോ, ഇതേപോലെ വരുന്നത്. ഇതാണ് ആ ഒരു പല്ലു പോർഷൻ വരുന്നത്. അപ്പോൾ ഇത് 1 ലെയറിലായിട്ടോ ഞൊറിഞ്ഞിട്ടാലോ ഒക്കെ സൂപ്പർബായിരിക്കും. ബോഡി പോർഷൻ വരുന്നത് ഇതാ കണ്ടോ, ഇങ്ങനെ ഒരു ഹാഫ് ഭാഗം പ്ലെയിനും പിന്നെ താഴോട്ട് ഹാഫ് ഭാഗം ഈ ഒരു ഡിസൈൻ ആയിരിക്കും. അപ്പോൾ ഉടുത്ത് വരുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും. ആ ഒരു ഹാഫ് ലോവർ പോർഷൻ ഇതേപോലെ നല്ല ഭംഗിയിൽ. ഇതിൽ മാംഗോ ഡിസൈൻ, ആ ഒരു പേഴ്സ്ലി ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ. ഒരു ഇതാ കണ്ടോ, വൈറ്റിൽ തന്നെ ഒരു സെൽഫ് എംബ്രോയിഡറി വരുന്നുണ്ട്. അത് കൂടാതെയാണ് ഈ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി. ഭയങ്കര നീറ്റായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ്. 1 ലെയറിൽ എടുക്കുമ്പോൾ ഇതേപോലെ വരിക. പല്ലു കണ്ടോ, ഇങ്ങനെയാണ് വരിക കേട്ടോ. ഫുൾ ആ ഒരു സെൽഫ് കളർ എംബ്രോയിഡറിയും പിന്നെ ഈ ക്രോസ് സ്റ്റിച്ച് ബ്ലൂ ആൻഡ് ഗ്രീൻ എംബ്രോയിഡറി ആണ് വരുന്നത്. ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതേപോലെ വരുന്നത്. പിന്നെ ഇത് ബോഡി പോർഷൻ വരുംതോറും ലോവർ പോർഷനിൽ ഇങ്ങനെ വരിക കേട്ടോ. 1 ലെയറിൽ എടുക്കുമ്പോൾ ഇതേപോലെ വരും. കോട്ട ഫാബ്രിക്കിലാണ് വരുന്നത്. ഇനി ഇതിന്റെ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ. പ്ലെയിൻ വൈറ്റ് ആണ്. ഇതാക്കണ്ടോ, പ്ലെയിൻ വൈറ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് വരുന്നത്. ഈ സാരിയുടെ ഫാബ്രിക്കിനേക്കാളും ഇത്തിരി കട്ടിയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ പ്ലെയിൻ വൈറ്റ് ആയിട്ടാണ് വരിക. ഇങ്ങനെ സ്ലീവ്സിൽ വെക്കാൻ കുഞ്ഞൊരു കണ്ടോ ഇതേപോലത്തെ ഒരു ലേസ് വർക്ക് വരുന്നുണ്ട്. അപ്പൊ നല്ല ഭംഗിയായിരിക്കും. നിങ്ങൾക്കിത് ഈ സാരി വെയർ ചെയ്യുമ്പോൾ ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ട് ഇരിക്കാൻ വേണമെങ്കിൽ ഈ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ബ്ലൗസൊക്കെ ആയിട്ട് വെയർ ചെയ്താൽ സൂപ്പർബായിരിക്കും. അല്ലെങ്കിൽ വൈറ്റ് നമുക്ക് ഹക്കോബ ബ്ലൗസ്, എല്ലാവരുടെ കയ്യിലും വൈറ്റ് ബ്ലൗസൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വെയർ ചെയ്താൽ സൂപ്പർബായിരിക്കും. ബ്ലൗസ് കട്ട് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ഫ്ലയേഴ്സൊക്കെ ആയിട്ട് സാരി വെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഐഡിയയിൽ ചെയ്യാം കേട്ടോ. ഇങ്ങനെയാണ് സാരി വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. ഇങ്ങനെയാണ് പല്ലു വരുന്നത്. അപ്പൊ ഇനി വരുന്ന സാരീസ് ഒക്കെ ഈ പാറ്റേണിലാണ്. ഒരു ഫ്ലോറൽ ഡിസൈനിൽ ഡിഫറൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ കളറിൽ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. അപ്പൊ ജസ്റ്റ് നമുക്ക് അതൊന്ന് കാണിച്ചിട്ട് പോവാം. ഇങ്ങനെയാണ് എല്ലാം വരുന്നത് കേട്ടോ. ഞാൻ 1 ലെയറിൽ ഇട്ടിട്ടും കാണിച്ചിട്ടുണ്ട്. ഇതേപോലെ വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 2135 ആണ്. 2135 ആണ് കേട്ടോ. അപ്പൊ വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. ഇനി അടുത്ത നമ്പർ സാരി കാണാം. അടുത്തത് സാരി നമ്പർ 2 ആണ്. നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക, ലൈറ്റ് ഒരു പീച്ച് ഓറഞ്ച് അങ്ങനത്തെ പോലത്തെ ഒരു കളറാണ്. ഒരു ലൈറ്റ് ഒരു പേസ്റ്റൽ ഷെയ്ഡ് തന്നെയാണ്. ഈ വൈറ്റിൽ എന്ത് വേറെ കളർ വന്നാലും ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇതേപോലെ വരിക. ഇതിന്റെ ബാക്കി സംഭവങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയാണ്. ഇത് വൈറ്റ് ആയതുകൊണ്ടും പെട്ടെന്ന് അഴുക്കാവുന്നത് കൊണ്ടും നമ്മൾ ഭയങ്കര സൂക്ഷിച്ചാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഇത്
നമുക്ക് ഒരുപാട് ഓപ്പൺ ആക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് നേരത്തെ കാണിച്ച സെയിം ആണ്, ഇതേപോലെ പല്ലു പോർഷൻ ബാക്കിയുള്ളതൊക്കെ സെയിം ആണ്. ബ്ലൗസ് പ്ലെയിൻ വിത്ത് ആ ഒരു ലേസ് ആണ് വരുന്നത് കേട്ടോ. റേറ്റ് വരുന്നത് ഈ വീഡിയോയിലെ എല്ലാ സാരീസിനും സെയിം പ്രൈസ് ആണ്, 2135 കേട്ടോ. ഇനി നമുക്ക് അടുത്ത സാരി കാണാം. അപ്പൊ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ എപ്പോഴും നമ്പർ കൂട്ടി തന്നെ എടുക്കും. അടുത്തത് സാരി നമ്പർ 3 ആണ്. ഇതേപോലെ വരിക, നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ വയലറ്റ്, അതേപോലത്തെ എല്ലാത്തിൻ്റെയും ഇങ്ങനെ എന്താ പറയുക, ഒരു ഭയങ്കര സട്ടിലായിട്ടുള്ള കളേഴ്സ് ആണ്. അതായത് വൈറ്റിലും കൂടെ വരുമ്പോൾ ഒരു ക്ലാസ് സ്റ്റാൻഡേർഡ് ലുക്കാണ്. എന്തായാലും ഈ സാരി വെയർ ചെയ്ത് പോകുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഭയങ്കര സിമ്പിളാണ്, അതേസമയം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. അപ്പോൾ വൈറ്റ് സാരീസ് നോക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ. നമ്മളിതിന് റീസ്റ്റോക്ക് ചെയ്ത് വരുമ്പോഴത്തേനൊക്കെ കുറേ ടൈം എടുക്കും, അതുകൊണ്ടാണ് കേട്ടോ. ഇതേപോലെ റേറ്റ് സെയിം ആണ്, 2135. അടുത്തത് നമ്പർ 4 ആണ്. നല്ല ഭംഗിയുള്ള കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ആ ഒരു വൈറ്റില്, അല്ലാതെ തന്നെ സെൽഫ് വൈറ്റ് എംബ്രോയിഡറിയും പേഴ്സ്ലി ഡിസൈൻ ഒക്കെ പോകുന്നുണ്ട്. നമ്പർ 4 ആണ്, സെയിം ആണ് കേട്ടോ സാരി. ഇങ്ങനെയാണ് വരുന്നത്. അടുത്തത് ഇതേപോലൊരു എന്താ പറയുക, ഒരു മസ്റ്റാർഡ് യെല്ലോ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ്. ഇതേപോലെ വരിക. ഇതിലേത് കളർ എടുത്താലും ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇത് നിങ്ങൾ ഗ്രൂപ്പായിട്ടൊക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ അടിപൊളി ലുക്കായിരിക്കും. നിങ്ങൾക്കിത് വൈറ്റ് ബ്ലൗസിന്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഇതിൽ ഏതെങ്കിലും കളർ ബ്ലൗസ് ഉണ്ടെങ്കിൽ അത് വെച്ച് പെയർ ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം. നല്ല പേളോ സ്റ്റോണോ ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഗ്രാൻഡ് ലുക്കായിരിക്കും. ഇങ്ങനെയാണ് വരുന്നത്. നമ്പർ 5 ആണ്. അപ്പൊ ഇത്രയും ഡിസൈൻ ഈ ഒരേ പാറ്റേണിൽ. ഇനി ഇതിന്റെ ഫ്ലവർ ഡിസൈൻ ഡിഫറെന്റ് ആയിട്ട് വരുന്നതാണ്, അതും കാണാം. അടുത്തത് നമ്പർ 6 ആണ്. നല്ലൊരു ലാവൻഡർ ആണ് കേട്ടോ. ആ ഒരു വൈറ്റില് ആ ഒരു ഫ്ലവർ പാറ്റേൺ ഇതേപോലെ വരുന്നത്, ഒരു 3 ഫ്ലവർ ഇങ്ങനെ നിൽക്കണ പോലെ, പിന്നെ ലീവ്സും ആയിട്ടാണ് വരുന്നത്. ഗ്രീൻ ആൻഡ് ലൈറ്റ് ലാവൻഡർ ആണ്. ഇതേപോലെ സെൽഫ് എംബ്രോയിഡറി വരുന്നുണ്ട്. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള ആ ഒരു സെൽഫ് എംബ്രോയിഡറിയും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് വരുന്നുണ്ട്. കാണാനുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇതും ബോഡി പോർഷൻ എല്ലാം സെയിം ആണ്. റേറ്റ് വരുന്നത് 2135, 2135 ആണ്. ഇതേപോലെ വരും. ഇതേപോലെ ലേസും വരും. അടുത്തത് നമ്പർ 7 ആണ്. ഇതൊരു പീച്ച്, ആ ഒരു എന്താ പറയാ, ഒരു ബേൺട്ട് ഓറഞ്ച് പീച്ച് ആ ഒരു കളറിലാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ആ ഒരു സെൽഫ് എംബ്രോയിഡറി വരുന്നത് കണ്ടോ, ഒരു ബട്ടർഫ്ലൈ പാറ്റേൺ പോലത്തെയാണ് ആ ഒരു വൈറ്റില്. ഇത് ഉടുത്ത് വരുമ്പോൾ ഗ്രാൻഡ് ലുക്കായിരിക്കും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. എല്ലാവരും നോട്ടീസ് ചെയ്യും. നമ്പർ 7 ആണ്. ഇതേപോലെ കേട്ടോ. അടുത്തത് നമ്പർ 8 ആണ്. ഇതേപോലെ വരുന്നത് ഒരു ലൈറ്റ് യെല്ലോ വിത്ത് ആ ഒരു ഒലീവ് ഗ്രീൻ കോമ്പിനേഷൻ ആ ഒരു വൈറ്റിലും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാണ്. ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ് കേട്ടോ. ഉടുക്കാനും ഭയങ്കര കംഫർട്ടബിൾ ആണ്. കോട്ട ഫാബ്രിക് ആണ്. നമ്മൾ കോട്ട ഡോറിയയിൽ കാണിക്കുന്ന ആ ഒരു ഫാബ്രിക് അല്ല. ഇതൊക്കെ ഉണ്ടോ, ഇത് നമുക്ക് ഈ ക്രോസ് സ്റ്റിച്ച് ഒക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതേപോലത്തെ ഫാബ്രിക് ആണല്ലോ വേണ്ടത്. ഇങ്ങനെ വരും. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, ഉടുക്കാൻ വളരെ കംഫർട്ടബിൾ ആണ്. എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് അല്ലേ ഇതേപോലെ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി. അത് വൈറ്റിൽ വരുമ്പോൾ അടിപൊളിയായിരിക്കും. റേറ്റ് വരുന്നത് 2135 ആണ്. അടുത്തത് നമ്പർ 9 ആണ്. ഇതേപോലെ വരുന്നത് കണ്ടോ, നല്ല ഭംഗിയുള്ള ലൈറ്റ് ഒരു ബേബി പിങ്ക് ഷെയ്ഡാണ്. അതും വൈറ്റില് ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ്. ഇതിൽ ഏതെടുക്കണം എന്നുള്ളത് എന്തായാലും കൺഫ്യൂഷൻ ആവും. എന്നാലും ഒരുപാട് ആലോചിച്ച് നിൽക്കാൻ നമുക്ക് സമയമില്ല, കാരണം അത്ര പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും. ഉണ്ടോ, ഇങ്ങനെയാ വരുന്നത്. ഇത് വരുമ്പോൾ എല്ലാം നല്ല ഭംഗിയായിരിക്കും. ഞാൻ ഇതൊന്ന് ജസ്റ്റ് വെച്ച് കാണിച്ചു എന്നേ ഉള്ളൂ. നമ്പർ 9 ആണ്. എപ്പോഴും നമ്പർ കൂട്ടി സ്ക്രീൻഷോട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക, അപ്പോഴാണ് നമുക്ക് അവൈലബിലിറ്റി കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അടുത്തത് നമ്പർ 10 ആണ്. ഇതേപോലെ വരുന്നത് ഒരു ലൈറ്റ് ബ്ലൂ ആണ് വിത്ത് ആ ഒരു ഗ്രീനും കൂടെ വരുമ്പോൾ സൂപ്പർബാണ്. ഇങ്ങനെയാ വരിക. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. ഇതും ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെയാ വരും. ഇനി അടുത്ത സാരി.
അടുത്തത് നമ്പർ 11 ആണ്. ഇതും കുറച്ചൊരു ഡിസൈൻ ചേഞ്ച് ഉണ്ട്. ആ ഒരു ഫ്ലവേഴ്സിന്റെ എണ്ണത്തിലുള്ള ഒരു ഡിഫറൻസും പിന്നെ ഒരു സെൽഫ് കളർ എംബ്രോയിഡറി വരണേലുള്ള ഒരു ഡിഫറൻസും ആണ് എടുത്തു പറയാവുന്നത്. കണ്ടോ, ഇതേപോലെ വരിക. എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ. ഇതൊരു എന്താ പറയുക, ലൈറ്റ് യെല്ലോ ആൻഡ് മസ്റ്റാർഡ് യെല്ലോന്റെ അടുത്ത് വരുന്ന ഒരു കളറായിട്ടാണ്. പിന്നെ ആ ഒരു ഒലീവ് ഗ്രീൻ പോലത്തെ ഒരു കളർ വരുന്ന ഒരു ലീഫ് പാറ്റേൺ, അത് ആ വൈറ്റിൽ വരുമ്പോൾ നമ്മുടെ മുഖത്തേക്ക് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണ്. ഇതിൽ ഏത് കളർ ബ്ലൗസിന്റെ കൂടെ നിങ്ങൾക്ക് പെയർ ചെയ്യാം, സ്റ്റൈൽ ചെയ്യാം. അല്ലെങ്കിൽ വൈറ്റ് തന്നെ റെഡിമെയ്ഡ് ബ്ലൗസിന്റെ കൂടെ ഹക്കോബയുടെ കൂടെ ഒക്കെ പെയർ ചെയ്യാം. അല്ലെങ്കിൽ ഇതിന്റെ വിത്ത് ബ്ലൗസിന്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാം കേട്ടോ. അപ്പൊ റേറ്റ് വരുന്നത് 2135, 2135. അടുത്തത് നമ്പർ 12 ആണ്. ഇതേപോലെ വരുന്നത് കണ്ടോ, അതിൻ്റെ ഒരു എംബ്രോയിഡറി പാറ്റേൺ ഒക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇട്ട് വരുമ്പോൾ ഇങ്ങനെ കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. നമ്പർ 12 ആണ്. അടുത്തത് നമ്പർ 13 ആണ്. ഇതേപോലെ വരിക. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ആട്ടോ. നമ്പർ 13 നല്ല ഒരു എന്താ പീച്ച് ഓറഞ്ച് ആ ഒരു കളറാണ്. ഒരു നല്ല ഭംഗിയുള്ള കളറാണ്. ഇതൊക്കെ വൈറ്റിൽ ഏത് കളർ വന്നാലും സൂപ്പർബ് അല്ലേ. അപ്പൊ അതുകൊണ്ട് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. റേറ്റ് വരുന്നത് 2135, 2135 ആണ്. അടുത്തത് നമ്പർ 14 ആണ്. ഇതേപോലെ വരിക കേട്ടോ. ഇതിങ്ങനെ ഒരു പ്രത്യേക കളറാണ്. ഒരു ഗ്രേപ്പിന്റെ ഒക്കെ ഒരു ഡിഫറെന്റ് ഷെയ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സ്പെഷ്യൽ കളറാണ്. അത് ആ വീഡിയോയിൽ കാണുന്ന ആ ഒരു കളർ തന്നെയാണ്. അതിന്റെ എംബ്രോയിഡറിയും സെൽഫ് എംബ്രോയിഡറി ഒക്കെ കാണാൻ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഇങ്ങനെ വരും. ഇതേപോലെ ഉണ്ടാവും. റേറ്റ് സെയിം ആണ്. ഇതൊരു ബേബി പിങ്ക് ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. 2 കളർ ഉണ്ട്. പിങ്കിന്റെ തന്നെ 2 ഷെയ്ഡ്സിൽ വിത്ത് ആ ഒരു ഗ്രീൻ കളറാണ് വൈറ്റിൽ വരുന്നത്. ആ ഒരു വൈറ്റ് കോട്ട ഫാബ്രിക്കിൽ ഒരു സെൽഫ് കളർ എംബ്രോയിഡറി വരുന്നുണ്ട്. അല്ലാതെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള എംബ്രോയിഡറി വരുന്നുണ്ട്. ബ്ലൗസ് പ്ലെയിൻ വിത്ത് ആ ഒരു ലേസ് ആണ് വരുന്നത്. ബോഡിയിൽ ആ ഒരു ഹാഫ് പോർഷൻ തൊട്ട് നമുക്ക് താഴേക്കാണ്, ലോവർ പോർഷനിലോട്ടാണ് ഈ ഒരു എംബ്രോയിഡറി ഒക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഉടുക്കുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ഒരു ക്ലാസ് എലഗൻ ലുക്കായിരിക്കും. കാഴ്ചയിലും സൂപ്പർബായിരിക്കും. ഒരു ഫംഗ്ഷനിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തായാലും ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയും പ്ലസ് പോയിന്റുകൾ ഉള്ള ഒരു സാരിയാണ്. ലിമിറ്റഡ് സ്റ്റോക്കാണ്. വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഫുൾ ആയി കണ്ട് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുക. വീഡിയോയിൽ കാണുന്നതും നേരിട്ട് കാണുന്നതും തമ്മിൽ കളറിൽ നേരിയ വ്യത്യാസം ഉണ്ടാവും. അതും കൂടെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. മെറ്റീരിയൽ എന്താണെന്നും അതിന്റെ പ്രത്യേകത എന്താണെന്നും മനസ്സിലാക്കി തന്നെ പർച്ചേസ് ചെയ്യുക കേട്ടോ. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടുതൽ ഭംഗിയുള്ള സാരീസ് ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.